ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് കേക്കാണ്. കേക്ക് സൂപ്പറാണ്, അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ടെൻഡർ കോക്കനട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1/2 kg ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 120 ml കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. 2 പ്രാവശ്യം ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമ്മൾ മുട്ടയെ നല്ലപോലെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ എടുത്ത 120 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തതാണ്. ഇതാ ഇപ്പോൾ നല്ലപോലെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ബീറ്റർ മാറ്റി വെച്ച് ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതിയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് അതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള മൈദ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. 6 ഇഞ്ചിൻ്റെ ടിന്നാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഞാനൊരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു റിങ് വെച്ച് കൊടുത്ത് അതിലേക്ക് ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിൻ്റെ വിസിൽ എടുത്ത് മാറ്റാൻ മറക്കരുത്. കേക്ക് ബേക്കാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട്. അതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇളനീരിൻ്റെ വെള്ളമാണ് ഷുഗർ സിറപ്പിന് വേണ്ടി എടുക്കുന്നത്. അതിലേക്ക് പഞ്ചസാര മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുന്നതാണ്. പിന്നെ അതിലേക്കുള്ള ഇളനീരിൻ്റെ പൾപ്പ് റെഡിയാക്കാം. ഇളനീര് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്താലും മതി. ഇതാ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കേക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള നട്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നട്ട്സും വൈറ്റ് ചോക്കോ ചിപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്ക് അവിടെ ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഫിയോണ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത ക്രീമിൽ നിന്ന് കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ചേർത്ത് കൊടുക്കാനുള്ള ക്രീമാണ്. ആവശ്യമുള്ളത്ര മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഇളനീരിൻ്റെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ആ പൊങ്ങി വന്ന ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കേക്കിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ കോട്ട് ചെയ്തെടുക്കാം. ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ ഇളനീരിനെ മിക്സ് ചെയ്ത ആ ഒരു വിപ്പിംഗ് ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കാം. പിന്നെ ഇളനീരിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം.
കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അതേപോലെ എല്ലാ ലെയറും അതുപോലെ ചെയ്തെടുക്കാം. കോട്ടിംഗ് എല്ലാം ചെയ്ത ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡിസൈന് വേണ്ടി ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിലേക്ക് ഗ്രീൻ കളർ ചേർത്ത് കൊടുത്ത് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാം. അങ്ങനെ തണുത്തതിന് ശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ ഓൾ.